നമസ്കാരം, എല്ലാവർക്കും ഗിരീഷ് സാറാണ്. നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇതുവരെ ഒന്നും പഠിക്കാത്തവർ, ഞാൻ ഉറപ്പിച്ച് എടുത്തു പറയുന്നത്, ഇതുവരെ ഒന്നും പഠിക്കാത്തവർ ധൈര്യമായിട്ട് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് പഠിച്ചോ. ഒന്നേന്ന് പറഞ്ഞ് മാഷ് പഠിപ്പിച്ചു തരും. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, എല്ലാത്തിനും ഗംഭീരമായിട്ടുള്ള അധ്യാപകർ. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക. മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസും മാക്സിമം ഇടുക, മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സ്കൂൾ ഗ്രൂപ്പിലും എല്ലാം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് സർക്കിളിന് ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ക്ലാസ്സുകളുമാണ് എന്നുള്ള ഉറപ്പാണ്. കാരണം നിങ്ങളുടെ സീനിയേഴ്സ് മുതൽ സൂപ്പർ സീനിയേഴ്സ് മുതൽ എല്ലാവരും കണ്ട് നല്ല ഗംഭീര മാർക്ക് മേടിച്ചവരാണ്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. +2 ഫിസിക്സ് ഒറ്റ ചാപ്റ്ററിൻ്റെ പേര് പോലും അറിയാത്തവരുണ്ട്. കമൻറ്റ് ഇടാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചാപ്റ്ററിൻ്റെ പേരുകൾ അറിയാത്ത ഇഷ്ടം പോലെ പേരുണ്ട്. അന്നേരം നമുക്ക് ഒരു പ്രത്യേക രീതി പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യും. ഒരു പ്രത്യേക രീതി. ചിലരുണ്ട് അന്തവും കൊന്തവും ഇല്ലാതെ എവിടെയെങ്കിലും വെച്ചങ്ങ് തുടങ്ങും. നമ്മൾ തുടങ്ങും, എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല, ഏത് ചാപ്റ്റർ തുടങ്ങണമെന്ന് അറിയത്തില്ല, ഏത് ചാപ്റ്റർ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ പഠിക്കും. അങ്ങനല്ല, നമുക്ക് മാർക്ക് നേടാൻ കുറേ എളുപ്പമാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു നൽകും. ഹാർഡ് വർക്ക് പേസ് ഓഫ്, ഉറപ്പിച്ചോണം. അന്നേരം ഒന്നും അറിയാത്തവർക്കും ഗംഭീരമായിട്ട് പഠിക്കുന്നവർക്കെല്ലാം ഒരേ രീതിയിൽ മാഷ് ക്ലാസ് തരും. നമുക്ക് ആദ്യം ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ചാപ്റ്ററിനെ കുറിച്ചൊരു വിവരണമാകാം. കാരണം ചാപ്റ്ററിൽ ഏതൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിക്കണം, എത്ര വെയിറ്റേജ്, എങ്ങനെയൊക്കെ പഠിച്ചാൽ ഇതൊക്കെ റെഡിയായി എടുക്കാം. നമുക്ക് 1 മാസമേ ഉള്ളൂ. തുടക്കത്തിലെ പരീക്ഷ മാർച്ച് 1 ഫിസിക്സാണ് +2കാർ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെവർ എവർ ഗിവ് അപ്പ്. അതായത് നമുക്ക് തകർക്കണം. അതായത് തുടങ്ങാം. ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് 2 ചാപ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാനത് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ ചിലപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പം തിരിച്ചറിയുള്ളൂ. ഗോസസ് തിയറവും പ്രൂഫും ആപ്ലിക്കേഷനും ഒക്കെ ഉള്ള ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അന്നേരം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഉണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ട്. ഈ 2 ചാപ്റ്ററും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. മൂന്നാമത്തെ കറണ്ട് ഇലക്ട്രിസിറ്റി. അതിനകത്ത് മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും ഒന്നുമില്ല, മീൻ സ്റ്റം ബ്രിഡ്ജ് ഉണ്ട്. അതുവരെയൊക്കെയുള്ള പോർഷൻസ് ആണ്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ ബയോട്ട് സാവാർട്സ് ലോ, അതിൻ്റെ സർക്കിൾ ലൂപ്പിൻ്റെ എസ്സേ, ആംബിയർ സർക്യൂട്ട് തിയറം, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം ചേർന്ന് ഈ 4 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം എത്ര മാർക്ക്? 30 മാർക്ക് ഉറപ്പിക്കാം. മിനിമം 80-82 മാർക്കുണ്ട്. 30 മുതൽ 35 വരെ കൂട്ടിക്കൂ. ഈ 4 ചാപ്റ്ററിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മളില്ലേ വലിയ മലയിലൊക്കെ കയറുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുമ്പോൾ ഉള്ളതാണ് ഇവന്മാർ 2 പേര്. മാഗ്നറ്റിക്സ് ആൻഡ് മാറ്ററും 5 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. താരതമ്യേന വളരെ ചെറിയ ചാപ്റ്ററാണ്. ഒരു 3 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ 2 ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. മാഷ് അതിനെക്കാട്ടി സിമ്പിളായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഇത്രയും മതി. പിന്നെ വീണ്ടും മലയിലോട്ട് കയറുകയാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC, ഇഷ്ടം പോലെ ഡെറിവേഷനുള്ള അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റെസ്റ്റ് എടുക്കുകയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വളരെ വളരെ ചെറിയ ചാപ്റ്റർ. വീണ്ടും നമ്മൾ മല കയറുകയാണ്. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇഷ്ടം പോലെ സെയിം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, റിഫ്രാക്ഷൻ പ്രിസം, റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, മിറർ ഫോർമുല, റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് F, അങ്ങനെ ഇഷ്ടം പോലെ. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇഷ്ടം പോലെ സംഭവങ്ങളുള്ളതാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. വീണ്ടും നമ്മൾ ഇച്ചിരി റെസ്റ്റ് എടുത്തു. അത്ര ചെറിയ ചാപ്റ്ററല്ല, എന്നാലും കുഴപ്പമില്ല, പരിഗണിക്കാം വേവ് ഒപ്റ്റിക്സ്. പിന്നെ നമുക്ക് 4 ചാപ്റ്ററും റെസ്റ്റ് എടുക്കാം, വലിയ പ്രശ്നങ്ങളില്ലാത്തതാണ്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ്, ന്യൂക്ലിയൈ, സെമി കണ്ടക്ടേഴ്സ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ 4 ചാപ്റ്ററും ACയും റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ 6 ചാപ്റ്ററിൽ നിങ്ങൾക്ക് മിനിമം 45 മാർക്ക് കിട്ടും. ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പഠിച്ചാൽ ബാക്കി ഒരു 35 അല്ലെങ്കിൽ 35 മുതൽ 38 മാർക്ക് വരെ കിട്ടും. ഇത് ചെറിയ ചെറിയ വേരിയേഷനൊക്കെ വരത്തുള്ളൂ, ഇതുപോലൊക്കെ തന്നെ വരും. അന്നേരം നമുക്ക് 1-ാം തീയതിയാണ് പരീക്ഷ. നേരത്തെ എല്ലാം പഠിച്ചു വെക്കണം, സിമ്പിളായിട്ട് പറഞ്ഞു തരണം, സിമ്പിൾ നോട്ട്സ് വേണം. ഇതെല്ലാമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് താഴെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം.
നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോട്ട്സ് കിട്ടും അതിനകത്ത്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് അവൈലബിളാണ്. അന്നേരം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനോടൊപ്പം എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. കമൻസ് ഇടാൻ യാതൊരു പിശുക്കും കാണിക്കരുത്. കമൻസ് ചാറ പറഞ്ഞിട്ടേക്കണം. അന്നേരം അടുത്ത ദിവസം മുതൽ മാഷ് ക്ലാസ്സിലോട്ട് കയറുകയാണ്. ഈ പറഞ്ഞ പോലെ എത്രമാത്രം ഫിസിക്സ് സിമ്പിളാക്കാവോ. അതിന് കെമിസ്ട്രി ആയാലും കെമിസ്ട്രി എടുക്കുന്ന രാഹുൽ സാറാണ്. വളരെ സിമ്പിളായിട്ട് ഓർഗാനിക് ആയാലും നല്ല അടിപൊളിയായിട്ട് എടുത്തു തരും. ഫിസിക്സ് എത്രമാത്രം എന്നെക്കൊണ്ട് എത്രമാത്രം സിമ്പിളാക്കാം അത്രമാത്രം സിമ്പിളാകും. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മളെ സംബന്ധിച്ചുള്ളത് ഇതിൻ്റെ എല്ലാവരും സപ്പോർട്ട് എന്ന് പറയുന്നത്. അന്നേരം മാക്സിമം കീപ് സപ്പോർട്ടിങ്. നല്ലൊരു സപ്പോർട്ട് ചെയ്യുക. മാഷ് കൂടുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. അത് ധൈര്യമായിട്ട് നിങ്ങൾ 100% അല്ല 1000% ഞാൻ ബെറ്റ് വെക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കും. ഇതുവരെയും പഠിക്കാത്തവരെയും നമ്മൾ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, അന്നേരം നാളെ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ഏത് ചാപ്റ്ററാന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞാനൊരു ചാപ്റ്റർ ഞാനങ്ങ് തുടങ്ങും. പക്ഷേ നിങ്ങളതിനകത്ത് കയറിയിരിക്കും. നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി എല്ലാം അടിപൊളിയായിരിക്കും. രസം നിറമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അന്നേരം നാളെ ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാവരും കറക്റ്റാകുക. ഗംഭീരമായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്. ഓക്കെ.